അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാൻ വക്കീലിൻ്റെ ആ വില്ലയുടെ മുറ്റത്തേക്ക് അതാ ഒരു റോൾസ് റോയ്സ് കാറ് വരുന്നു. ശരിക്കും റിസ്വാൻ വക്കീൽ ഞെട്ടി. ആരാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു നിമിഷം അവൾ പുറത്തേക്ക് നോക്കി നിന്നു. എന്നാൽ അതാ കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് നല്ലോണം ഹൈറ്റും വെയ്റ്റുമുള്ള ഒരു സ്ത്രീ ഒരു ആഡംബര കാറിൽ ആഡംബര വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. ഒരു നിമിഷം അവൾ ഒന്ന് ഞെട്ടിപ്പോയി. ഇതാരായിരിക്കും? ഇനി വല്ല കേസുമായെങ്ങാനും? ഹേയ്, അതായിരിക്കില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. ഒരു നിമിഷം അവൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. പെട്ടെന്ന് അവർ ചോദിച്ചു, ഹായ്, മനസ്സിലായോ എന്നെ? ഒരു നിമിഷം അതാ അവൾ ഇല്ലെന്ന് പറയുന്നു. മനസ്സിലാവില്ല അല്ലേ? നേരത്തെ ഞാനൊന്ന് വിളിച്ചിരുന്നല്ലോ. ഓ, ഇത് നിങ്ങൾ അതെ, ഞാൻ തന്നെയാണ് നൂർജഹാൻ. എന്താ പെട്ടെന്ന് പേടിച്ചു പോയോ? ഏയ് ഇല്ല, വരൂ, ഇങ്ങോട്ട് വരൂ. ആ, അല്ല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അല്ല, എന്താ എന്നെ കണ്ടിട്ട് ആകപ്പാട് ഞെട്ടിയ പോലെയുണ്ടോ? സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണല്ലേ. അസ്സലാമു അലൈക്കും. നൂർജഹാൻ തന്നെ അതാ അവൾക്ക് സലാം കൊടുത്തു. വഅലൈക്കും അസ്സലാം. പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് റിസ്വാന. ആ, ഓക്കെ ഓക്കെ, വരൂ, നമുക്കിവിടെ ഇരിക്കാം. റിസ്വാൻ, ഞാനിങ്ങോട്ട് വന്നത് മറ്റൊന്നിനുമല്ല. എനിക്കൊരു കേസുണ്ട്, അതൊന്ന് വക്കീൽ വാദിച്ചു തരണം. എന്താ? ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. കേസ്? അതെ, അതായത് കേസ് എൻ്റെ കുടുംബത്തിന് എതിരെ തന്നെയാണ് കേസുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്താ? ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. എന്തിന്? അല്ല, ഒന്നിനുമല്ല. അതായത് സഫീറിനെ കാണാൻ ഇല്ലാതായി പോയല്ലോ അല്ലേ? സഫീർ വന്നില്ലല്ലോ. ശരിക്കും നീ കരുതിയത് എന്തായിരിക്കും? സഫീർ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ കൂടെ ജീവിക്കായിരിക്കും, ഞങ്ങൾ ഹാപ്പി ലൈഫായിരിക്കും എന്നൊക്കെയല്ലേ വിചാരിച്ചത്? എന്നാൽ ഞാൻ സത്യം പറയട്ടെ മോളെ, ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഉദ്ദേശത്തിന് ഞാനല്ല വിചാരിച്ചത്, അങ്ങനെയല്ല. പക്ഷേ അത് മാറിക്കിയെ തകിടം മറിച്ചു. എൻ്റെ ഉദ്ദേശം പുളിക്കൽ തറവാടിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ളതായിരുന്നു. കാരണം പൊന്നു മോളെ, അത്രക്കും മനുഷ്യന്മാരെ കൊല്ലാകൊല ചെയ്യുന്ന ടീമാണ് അവർ. എല്ലാവരൊന്നും പറയുന്നില്ല, കുറച്ച് പേര്. ഞാൻ ഒരിക്കൽ പോലും ഇത് കുറ്റമായിട്ട് പറയുകയല്ല. അതായത് ഞാൻ അങ്ങോട്ട് കയറി കൂടണമെന്ന് വിചാരിച്ചു, പക്ഷേ സഫീറിൻ്റെ ഹെൽപ്പോട് കൂടി. സഫീറിനെ എനിക്കറിയാം, ഞാൻ സഫീറിനെ എടുത്ത് നടന്നതാണ്. അതായത് സഫീറിൻ്റെ ഇളയ അനിയനാണ് എൻ്റെ അമ്മായിയുടെ മകന്. പക്ഷേ ജസീറുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. എന്ത് ചെയ്യാൻ, അതങ്ങനെ ഒരു വിധിയായിപ്പോയി. അതൊന്നും ഞാൻ ഇവിടെ നിന്നോട് പറയേണ്ട ആവശ്യമില്ല, പറയുന്നില്ല ഞാൻ. നോ, അതൊന്നല്ല വിഷയം. പക്ഷേ നമ്മൾ പാവപ്പെട്ട കുറച്ച് ആളുകളെ, അല്ലെങ്കിൽ പാവങ്ങളെ, പ്രതികരിക്കാൻ കഴിവില്ലാത്തവരെ ഒരുപാട് അവർ ശിക്ഷിക്കും. അതവരുടെ ഹോബിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ, നിൻ്റെ പേരെന്താ പറഞ്ഞത്? റിസ്വാന. ആ, ഓക്കെ റിസ്വാന. മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതായത് നിൻ്റെ ഭർത്താവ് സഫീർ, ഞാൻ ഒരിക്കലും അവനെ എനിക്ക് സ്വന്തമാക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. അവൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. അതായത് അപ്പോഴും ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, നീ അവളോട് പറഞ്ഞേക്ക്, ഒന്നും വിഷമിക്കേണ്ട, നമുക്കൊരു കാര്യമായിട്ടൊരു എനിക്ക് എങ്ങനെയെങ്കിലും പുളിക്കൽ തറവാട്ടിലൊന്ന് കയറി പറ്റണം, അതിന് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു അഭിനയം മാത്രം മതി എന്നൊക്കെ പറഞ്ഞതാണ്. എന്തായാലും ഞാനും അന്ന് വിചാരിച്ചിരുന്നു അവൻ വരുമെന്ന്, പക്ഷെ അവൻ എത്തിയില്ല. പകരം ജസീറാണ് എന്നെ നിക്കാഹ് കഴിച്ചത്. അത് ഞാൻ അറിഞ്ഞതുമില്ല. ശരിക്കും അതെ, മഹർ ചാർത്തുവാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അവനെ കണ്ടിട്ട്. പിന്നെ ബാപ്പ എന്നോട് കാല് പിടിച്ച് പറഞ്ഞു, പൊന്നു മോളെ, ആളുകളുടെ ഇടയിൽ മാനം കെടുത്തല്ലേ മോളെ, ദയവായി മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അപ്പോഴും ഞാൻ ചോദിച്ചു, ഉപ്പ സഫീർ എന്ന് പറഞ്ഞപ്പോൾ അവന് എന്തോ ഒരു കാര്യം കൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അതിൽ ദുരൂഹതയുണ്ട്, അവൻ എവിടെയാണെന്ന്. ശരിക്കും സഫീർ എന്തോ ഒന്ന് അവനെ എങ്ങോട്ടൊന്ന് മാറ്റിയിരിക്കുന്നു.
അല്ലാതെ ഒരിക്കലും അവൻ്റെ കെയർ ഓഫിലേഴ്സ് ഉണ്ട്, അവൻ്റെ അടുത്തുണ്ട്, അവനക്കറിയാം. പക്ഷെ അവൻ പറയുന്നത് എനിക്കറിയില്ല, അവൻ എവിടെ പോയി അറിയില്ല, അവൻ വേറെ ഭാര്യൻ്റെ കൂടെ പോയിട്ടുണ്ടാവും, ടൂറ് പോയിട്ടുണ്ടാവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പൊന്നു മോളെ, ഞാൻ പറയട്ടെ, കല്ല് വെച്ച് കളവ് പറയുന്നവരാണ് അവർ ടീം. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ എത്രമാത്രം ഇടങ്ങാറാക്കുക, ബുദ്ധിമുട്ടാക്കുക, അങ്ങനെ അവർ ചെയ്യാൻ നല്ല ഉഷാറാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കൺമുമ്പിലൊക്കെ കണ്ട കാഴ്ച, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവ് അതെ മറ്റൊരു പെണ്ണുമായി എങ്ങനെ സഹിക്കും? എന്നെ ടൂർ കൊണ്ടുപോയതാണ്. ഞാൻ നിന്നോടത് പറയാൻ പാടില്ല, പക്ഷേ പറയാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. ടൂർ പോയ സമയത്താണ് ഞാനത് കാണുന്നത്. ശരിക്കും വളരെയധികം മോശകരമായ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം. എന്താണ് മോളെ എനിക്ക് നിന്നോട് പറയാനുള്ളത്? ഞാൻ എത്ര പ്രതീക്ഷയോടെയാണ് ജസീറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, എത്ര പ്രതീക്ഷയോടെയാണ്. ഏതൊരു പെണ്ണിനുണ്ടാവില്ല വിവാഹം കഴിക്കുമ്പോൾ ഓരോ മനസ്സിലെ സങ്കല്പങ്ങൾ. ഏറെ പ്രതീക്ഷയോടെ ഞാൻ അങ്ങോട്ട് കടന്നു വന്നതാണ്. പക്ഷേ ആ ഒരവസ്ഥ കണ്ട് ഞാൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഞാനൊരു പെണ്ണല്ലേ, എനിക്കും ഉണ്ടാവില്ലേ ചിലതൊക്കെ ചിന്തിക്കാനും പറയാനൊക്കെ ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ, അത്രക്കും വേണ്ട, എന്തിനാണ് ഇപ്പോൾ ഞാൻ അതൊക്കെ പറയുന്നതില്ലേ. അതുകൊണ്ട് പൊന്നു മോളെ ആകപ്പാടെ വെറുത്തു. എന്നാൽ അതിനിടയിൽ അവൻ്റെ കല്യാണം കഴിഞ്ഞു, ആദ്യം എന്നൊരു പെണ്ണുമായി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞങ്ങൾ അവർ കുറച്ച് പിണക്കത്തിലായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അത്രക്കും ഇതായിട്ട് പോലെ. പിന്നെ സൽക്കാരത്തിനൊക്കെ ഞങ്ങളുടെ ജോയിനൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് മോളെ. എന്നിട്ട് എന്തായി, ആ പെണ്ണിനും വയ്യാത്ത അവസ്ഥയായില്ലേ, കാലുകളൊക്കെ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, അവനൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത്. ഇതെല്ലാം ഒന്ന് തുറന്നു പറയാൻ എനിക്കൊരാളില്ല എന്നാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം എൻ്റെ പിതാവിനോടും മാതാവിനോടൊന്നും ഇത് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ഒരു പക്ഷെ അവർ പറയും മോള് നല്ല രീതിയിൽ നിന്നോ അവിടെ, ഒരിക്കൽ പോലും മോളെ ജീവിതം നശിപ്പിക്കണ്ട, അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതം തുടങ്ങ് എന്നൊക്കെ അവരെന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും പറയാൻ ഒരാളില്ലായിരുന്നു. സഫീറിനോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അവൻ്റെ ആ ഒരു വേർപാട് അത് തികച്ചും എന്നെ തളർത്തിയിരുന്നു. കാര്യം എന്തൊക്കെയോ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. പക്ഷേ ഞാൻ ജസീറിൻ്റെ മണിയറയിലാണ് ഇപ്പോൾ കഴിയുന്നത്. ജസീറിൻ്റെ മണിയറയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. പക്ഷേ അവനെ ഞാൻ ശരിക്കും ഒന്ന് വിരട്ടുന്നുണ്ട്. അവനെൻ്റെ ഭർത്താവ് എന്നുള്ള പദവി കലങ്കരിച്ചിരിക്കും. എന്നെന്താ പറഞ്ഞെന്നുണ്ടെന്നോ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാത്തിരുന്നത്. ഞാൻ കരുതിക്കൂട്ടി തന്നെ അവനെ സപ്പോർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് ലക്ഷ്യം നിന്നെയായിരുന്നു. അങ്ങനെയൊക്കെ എന്നോട് ഓരോന്ന് പറഞ്ഞു, ഞാൻ മൈൻഡ് ചെയ്തില്ല. മോളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവനിപ്പോൾ ഇന്ന് എൻ്റെ കൂടെയാണെങ്കിൽ നാളെ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കും. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. ഒന്നും തികച്ച് അവന് ഒന്നിലും ഉറച്ചു നിൽക്കില്ല അവന്, അതാണ് അവനാള്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, വൈകാത്തവനെ അവൻ പുതിയ ബന്ധത്തിലേക്ക് കടക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഞാനൊരു ഭാര്യയായി കൂടെ തന്നെയുണ്ട്. നോക്കട്ടെ ഏതൊക്കെയെന്ന്. അതെ, ഇപ്പോൾ ഞാൻ വന്നതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, ഒരു കേസ് കൊടുക്കണം. അതിന് വക്കീൽ എൻ്റെ കൂടെ നിൽക്കണം. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. സഫീറിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. തികച്ചും എനിക്കറിയാം അത് ജസീറിൻ്റെ കെയർ ഓഫിലുണ്ട് എന്നുള്ളത്. ഉറപ്പായിട്ടും എനിക്കറിയാം. അല്ലാതെ ഇത്രയും ദിവസം അല്ല, റിസ്വാനെ എന്താ പരാതി ഒന്നും കൊടുക്കാൻ വരാതിരുന്നത്? അത് നോർത്ത, ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ജീവിതമല്ലേ, നിങ്ങൾ ഒരുമിച്ച് നിക്കാഹ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഇന്ന് വരും നാളെ വരും എന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു, അതെ, നമ്മുടെ ഇസ്ലാമിൽ ബഹുഭാര്യത്വം എന്നൊക്കെ പറഞ്ഞാൽ 2 ഭാര്യമാരുണ്ടെങ്കിൽ അവർ ഒരുപോലെ സംരക്ഷിക്കണമെന്നാണല്ലോ. അപ്പോൾ എനിക്കുള്ള അതേ സ്ഥാനം നിങ്ങൾക്കും നൽകണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി ക്ഷമിച്ചു നിന്നതാണ് ഞാൻ. സത്യമായിട്ടും മോളെ സാരമില്ല, എല്ലാം റെഡിയാകും. അങ്ങനെ അതാ അവർ വീടിനകത്തേക്ക് പ്രവേശിച്ചു. ആരാ മോളെ അവിടെ വന്നിട്ടുള്ളത്? ഉമ്മമ്മയുടെ ആ ഒരു വാക്ക് കേട്ടു. ഉമ്മമ്മ, ഇവരുമ്മമ്മക്ക് അറിയോ എന്ന് പറഞ്ഞ് അതാ നൂർജഹാനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഉമ്മമ്മ അറിയാത്ത രീതിയിൽ അവരെ നോക്കി. ഇതിപ്പോൾ നമ്മളെ, എന്നാൽ ശരിക്കും
അതാ നൂർജഹാൻ ഞെട്ടി. ഏ ഇവരിങ്ങനെ ഇവിടെ എത്തി? സത്യം പറഞ്ഞാൽ അവര് എന്നാൽ റിസ്വാന വക്കീൽ പറഞ്ഞു, പാവം വൃദ്ധസദനത്തിലായിരുന്നു, കൂട്ടിക്കൊണ്ട് വന്നതാണ്. ആണോ? അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? ഞാൻ എന്നാ വല്യമ്മ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ സത്യമായിട്ട് വല്യമ്മ നിങ്ങൾ എന്നെ മറന്നോ? മോളെ നൂർമോളല്ലേ? അതെ വല്യമ്മ, അതെ, ചെറുപ്പത്തിലൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നല്ലോ. മോളെ അതൊക്കെ ശരി തന്നെയാണ്. അല്ല മോളെ, മോളെങ്ങനെ ഇപ്പോൾ ഇവിടെ? അതുമ്മ. എന്നാൽ ഒരു നിമിഷം ഉമ്മമ്മയുടെ പേരക്കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഉമ്മമ്മക്ക് വിഷമം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് റിസ്വാന വക്കീൽ അവളോട് പറഞ്ഞു, അത് പറയണ്ട, ആ കാര്യം പറയണ്ട, സഹിക്കില്ല, എന്തെങ്കിലും പറ്റിപ്പോവും. ആ ഉമ്മ, പിന്നെ ഞാൻ സഫീറിനെ കാണാൻ വേണ്ടി വന്നതാണ്. മോളെ സഫീർ കല്യാണത്തിന് അങ്ങോട്ട് പോയിരുന്നു, പിന്നെ കണ്ടിട്ടില്ലല്ലോ. ആരുടെ കല്യാണത്തിനാണ് ഓൻ പോയത്? എൻ്റെ പൊന്നുമ്മ, ഞാനിപ്പോഴേ നമ്മളെ പുളിക്കൽ തറവാട്ടിലെ ജസീറിൻ്റെ ഭാര്യയാണ്. ഉമ്മക്ക് ജസീറിനെ അറിയില്ലേ? ആ അറിയാം. എൻ്റെ മോൻ എവിടെടേ? ഉമ്മൻ്റെ മോന് എൻ്റെ സഫീർ മോൻ എവിടെ? ഓനെ കണ്ടില്ലല്ലോ. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, സഫീർ വൈകാതെ വരൂ കേട്ടോ. എന്നാൽ പെട്ടെന്ന് കുഞ്ഞുമ്മ എന്ന് വിളിച്ചുകൊണ്ട് അതാ മനോഹരമായ ആ പെൺകുട്ടി അവരുടെ ഇടയിലേക്ക് ഓടി വന്നു. മോളെ ഇതാരാണ്? എന്നാൽ ഒരു നിമിഷം അതാ റിസ്വാൻ വക്കീൽ പറഞ്ഞു, അത് ജസീറിൻ്റെ കുഞ്ഞാണ്. ഒരു നിമിഷം നൂർജഹാൻ ഞെട്ടിപ്പോയി. ജസീറിൻ്റെ കുഞ്ഞ്? അതെ, അറിയാത്ത പല രഹസ്യങ്ങളും ആ തറവാട്ടിൽ നടന്നിട്ടുണ്ട്. അവിടുത്തെ കുഞ്ഞാണിത്, അവൻ്റെ സ്വന്തം കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ മനോഹരമായ മുടിയും ആ കണ്ണുകളും കവിളുകളും മുഖവുമെല്ലാം കണ്ടപ്പോൾ അത് നൂർജഹാനെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിക്കണമെന്ന് തോന്നി. മോളെ ഇവിടെ വരൂ. മോൾക്ക് എന്നെ അറിയോ? ഇല്ല. മോളെ ഞാനൊന്ന് എടുത്തോട്ടെ? അവൾ നാണത്തോടെ പറഞ്ഞു. എന്നാൽ നൂർജഹാൻ അവളെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. പൊന്നും മോളുടെ പേരെന്താ? ആമി. ഓ മാഷാ അല്ലാ, നല്ല പേര്. മോളെ ശരിക്കും അവൾക്ക് ആ കുഞ്ഞിനെ കുറിച്ച് പലതും അറിയണമെന്നുണ്ടായിരുന്നു. റിസ്വാന മോളെ പറ, എന്താണ് ഇത് സംഭവം? അറിയില്ലേ, അവിടെ ജോലിക്ക് നിന്ന താത്താനെ ഓർമ്മയുണ്ടോ? ആ ആയിഷത്ത, അതൊക്കെ എനിക്കറിയാം. അതേ എനിക്കറിയുള്ളൂ, ബാക്കി ഉമ്മമ്മ പറയൂ. ഉമ്മ ആമിമോളുടെ ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? എന്താ മോളെ അത് പറയാന്? ആമിന അവിടെ പണിക്ക് വന്നിരുന്നു. ആമിനാൻ്റെ ഒപ്പം ചെറിയ മോള് ആയിഷ ഉണ്ടാവും, ഓളെ സഹായിക്കാൻ എപ്പോഴും. ചെറുപ്പം മുതലേ ആ മുറ്റത്ത് ഓടിച്ചാടി കളിച്ച് വളർന്നതാണ് ആയിഷ. എന്താ ചെയ്യുക, അതിനിടക്ക് പലതുമാണ് സംഭവിച്ചു. എന്ത് വല്യമ്മ സംഭവിച്ചത്? എന്താ ചെയ്യുക, എൻ്റെ പേരക്കുട്ടിൻ്റെ ഓരോ കുരുത്തക്കേടേ. പേരക്കുട്ടിയോ? ഏത് പേരക്കുട്ടി? എൻ്റെ ജസീറിൻ്റെ കുരുത്തക്കേടേ. ആ പെണ്ണിന് സുഖം വെറുതും കൊടുത്തിട്ടില്ല. ആ പെണ്ണ് നട്ട പാതിരാക്ക് കിഴക്കിനോടത്തേക്ക് പോകാൻ ചെല്ലലും വിളിച്ചലും ഓന് വെള്ളം ചൂടാക്കിപ്പിച്ചലും ചായ ഉണ്ടാക്കലും കുടിപ്പിച്ചലും ഒക്കെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നാര പടപ്പ മനുഷ്യൻ്റെ ഒരേ ബുദ്ധിയല്ലേ. അന്നെ ഞാൻ കെട്ടിക്കോളാം എന്നുങ്ങാണ്ട് അങ്ങനെ ഒക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞേക്കണ്. പിന്നെ ഇപ്പം എന്തായി, നട്ട പാതിരാക്കല്ലേ, ആരെന്ത് കണ്ടു? നമ്മളാരൊന്നും കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് ഡേറ്റൊക്കെ തെറ്റിക്കണമെന്നോ. ആ നട്ട പാതിരാക്കി ഇറക്കി വിട്ടിയില്ല എൻ്റെ മരുവോള്, അതായത് എൻ്റെ അമ്മായി. അതന്നെ, ഓള് ഇറക്കി വിട്ടു. പിന്നെ ഇറ്റങ്ങൾ തെരുവിൽ കച്ചവടമൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ ജീവിച്ച് ആ ഓളവിടെ പെറ്റു. ഇവള് ആമിന മരിച്ചിക്കണ്. ആമിനാൻ്റെ മോളുണ്ട് ഇവിടെ. എന്നാൽ ആയിഷ അല്പം ഭയത്തോടെയായിരുന്നു നിന്നിരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, പഠിച്ചോനെ എന്നെ തിരിഞ്ഞെങ്ങാനും ആളുകൾ വന്നതാണോ എന്ന് കരുതിയിട്ട്. ആയിഷ മോളെ, അങ്ങനെ അതാ മഞ്ഞ ചുരിദാർ ധരിച്ചുകൊണ്ട് ആയിഷ അങ്ങോട്ട് കടന്നു വരുന്നു. ഇതാരാ? ഇത് അതെ, എൻ്റെ ജസീറിൻ്റെ കുട്ടിയാണത്. പെണ്ണുങ്ങളായിട്ടില്ലെങ്കിലും ഗർഭിണിയായിരുന്നു ഓള്. ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ. ഇതൊക്കെയാണ് സ്ഥിതി. നൂർജഹാൻ അതെല്ലാം കേട്ട് ഞെട്ടി റിസ്വാനയോട് പറഞ്ഞു, എൻ്റെ പൊന്നു റിസ്വാന, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ജസീർ എത്ര ആളുകളാണ് ഈ പഴപ്പിച്ചിട്ടുള്ളത്? അവൻക്ക് ഇതന്നെയാണോ ഹോബി? എന്ന് തുടങ്ങിയത് പാവല്ലേ ആ ചെറിയ പെണ്ണിനെ
ആ, എത്ര വയസ്സാ? 14 ആയിട്ടുള്ളല്ലോ. ആ, പീരിയഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളായില്ലേ? എന്താ 14 വയസ്സിലാണ് ആ കുട്ടീനെ അച്ഛൽക്ക് കാട്ടിയേക്കണത്. പാവം. എന്നിട്ടിപ്പോൾ ഇത് കുട്ടിക്ക് 2.5-3 വയസ്സ്. എന്താ റബ്ബേ, വല്ലാത്തൊരു. ഇത്രയൊക്കെ. ആയിഷ ഒന്ന് ഇവിടെ വരുമോ? അങ്ങനെ നൂർജഹാൻ ആയിഷയെ വിളിക്കുന്നു. ആയിഷ ഭയന്നുകൊണ്ട് അങ്ങോട്ട് ചെന്നു. റിസ്വാന വക്കീൽ പറഞ്ഞു, പേടിക്കണ്ട. എന്നാൽ നൂർജഹാൻ പറഞ്ഞു, എന്താ എന്നെ പേടിയാണ് മോളെ? എൻ്റെ തടി വലിപ്പം കണ്ടിട്ടാണോ പേടി? ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല മോളെ. അല്ല മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല, ഇതിപ്പോൾ ജസീർ എന്താ നിന്നെ വിവാഹ വാഗ്ദാനം നൽകിയതാണോ? വിവാഹ വാഗ്ദാനം? നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, അതുകൊണ്ട് എനിക്ക് നീ കീഴ്പ്പെട്ട് തരണം. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് എന്നെ പിടിച്ചു വെച്ച്, ആദ്യമൊക്കെ എന്നെ പിടിച്ചു വെച്ചിട്ടൊക്കെ. പക്ഷെ ഞാൻ കുതിരി ഓടാൻ ശ്രമിച്ചപ്പോഴും അവൻ എന്നെ ഓരോന്ന് പറഞ്ഞ് വശീകരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു, എന്തായാലും നിന്നെ കല്യാണം കഴിക്കാനുള്ള പെണ്ണല്ലേ, അതിനു മുമ്പ് നിൻ്റെ കൂടെ ഒന്ന് കിടക്കുന്നതിന് എനിക്കിപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞ് എന്നോടൊരുപാട്. ഞാനും അതങ്ങ് വിശ്വസിച്ചു. പിന്നെ എന്നാൽ അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഞാൻ ഗർഭിണിയായി. എനിക്ക് പക്ഷെ അതറിഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നു. പാവം, എൻ്റെ കുഞ്ഞ് വളർന്നത് തെരുവിലാണ്. അല്ല, തെരുവിലാണെങ്കിലും ആ കുഞ്ഞിന് നല്ല സൗന്ദര്യമുണ്ടല്ലോ ആയിഷ, നിനക്കും അതുപോലെ തന്നെ. അല്ല, നിനക്ക് കേസ് കൊടുത്തുവിടായിരുന്നോ ജസീറിനെതിരെ? നിന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ എത്താ? ഞങ്ങൾ പൈസ ഇല്ലാത്ത പോലെ എന്ത് കേസിന് നടക്കാനാ? ഇനിയും കേസ് കൊടുക്കാലോ വേണമെങ്കിലേ. പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വക്കീലന്മാരെ കിട്ടാതില്ലല്ലോ അല്ലേ റിസ്വാന വക്കീലേ? എന്നാൽ റിസ്വാന വക്കീൽ അതെ, ആരോടും ക്യാഷ് വാങ്ങാറില്ല. പക്ഷേ അതൊക്കെ വേണോ? ഇനി അവൻ്റെ ആ നക്കാപ്പിച്ച വേണോ? അതവൻ്റെ ഇഷ്ടം പോലെ അവൻ ജീവിച്ചോട്ടെ. എൻ്റെ പൊന്നു ആയിഷ, നിനക്ക് വേണ്ടതും ജീവിക്കാനുള്ളതെല്ലാം ഈ വീട്ടിലുണ്ട്, പോരെ? ഒരിക്കൽ പോലും ഇനി അയാളെ പിറകെ പോകണ്ട. കാര്യം അയാളെന്ന് വെച്ചാൽ ശരിക്കും ഒരു നീചനായ ആളാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്നിനും മടിക്കാത്ത ആളാണ്. അതുകൊണ്ട്. എന്നാൽ നൂർജഹാൻ പെട്ടെന്ന് ഇടപെട്ടു. റിസ്വാന വക്കീൽ, വേണ്ട, ഇതൊക്കെ വലിയ കേസാണ്, വലിയ കേസ്. ഇതിൽ നിന്നും ഒരിക്കൽ പോലും ഊരാൻ പാടില്ല. അവനെതിരെ കൊടുക്കണ കേസ് നമ്മൾ എല്ലാവർക്കും എതിരെ. അവന് വലിയ ആളാവുന്നുണ്ടല്ലോ, എല്ലാവരും കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും അവനക്കെതിരെ കേസ് കൊടുക്കുക തന്നെ വേണം, ഉറപ്പായിട്ടും. നീ നിൻ്റെ അനുഭവങ്ങളൊക്കെ വ്യക്തമായി എഴുതിയിട്ട് ഒക്കെ കേസ് കൊടുക്കണം, അതാ വേണ്ടത്. വേണ്ടെത്താ, അതൊന്നും വേണ്ട. അതായത് ഇനി ഞങ്ങളെ അവൻ കൊല്ലാക്കൊല ചെയ്യും, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ രഹസ്യമായി വളർത്തുകയാണ്. അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും മടിക്കൂല, അതുകൊണ്ട് തന്നെ. എന്നാൽ നൂർജഹാൻ ഉറപ്പായി, ഇല്ല, അവൻ ഒരുപാട് പെണ്ണുങ്ങളെ, ഒന്നും രണ്ടുമല്ല, ഒരുപാട് പെണ്ണുങ്ങളെ ഇതുപോലെ വിവാഹ വാഗ്ദാനം നൽകിയും അതുപോലെ പീഡിപ്പിച്ചും ക്യാഷിന് വേണ്ടിയും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള തെറ്റുകളും ചെയ്യുന്നതാണ്. ഒടുവിൽ ഞാൻ എത്തിപ്പെട്ടത് അവൻ്റെ ആ മടയിലാണ്. അവൻ എന്നെ പെട്ടെന്ന് നിക്കാഹ് ചെയ്തു. എന്തിനാണാവോ? പക്ഷേ എൻ്റെ ശരീരത്തിൽ തൊടാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. നോക്കട്ടെ ഇന്ന് രാത്രി അവൻ്റെ വിളവ് എന്താണെന്ന്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. റിസ്വാന മോളെ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയല്ലോ. ആ ഉമ്മമ്മ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ആയിക്കോട്ടെ മക്കളെ, പോയി വരി. ശരിക്കും ആയിഷ പറഞ്ഞു, ഇത്ത നിങ്ങളൊക്കെ പോവാണോ? ഞങ്ങൾ വരണ്ട് കേട്ടോ, ഞങ്ങൾ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഏതാ റിസ്വാന വക്കീലും നമ്മുടെ നൂർജഹാനും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.